ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആലപ്പുഴക്കാരുടെ മീൻ കൊണ്ടുള്ള ഒരു വിഭവമാണ് മത്തി വറ്റിച്ചത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടുന്ന ചേരുവകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മത്തി വറ്റിച്ചത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം എടുത്തേക്കുന്നത് 1 കിലോ മത്തിയാണ്. ഉപ്പും വിനാഗിരിയും ചേർത്ത് കഴുകി വൃത്തിയാക്കിയ മത്തിയാണ് ഇത്. ഒരു മത്തി 2ആയി കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുഴുവനും കട്ട് ചെയ്താണ് ഇത്. മത്തി വറ്റിക്കാൻ എന്തെല്ലാം ചേരുവകൾ വേണമെന്ന് നോക്കാം. ഒരു തേങ്ങ മുഴുവനും ചിരവിയതാണ് ഇത്. 5-6 പച്ചമുളക് നടുകെ പിളർന്നതാണ് ഇത്. കുടംപുളി 4-5 എണ്ണം ചെറുതായി മുറിച്ചത്. ചെറിയ ഉള്ളി 5-8 എണ്ണത്തോളം. ആവശ്യത്തിന് കറിവേപ്പില, 2 കഷ്ണം ഇഞ്ചി. ഇത്രയുമാണ് വേണ്ടത്. ഇനി അരപ്പ് തയ്യാറാക്കാം. തേങ്ങ തിരുമിയതും, ഇഞ്ചി, ചുവന്നുള്ളി, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1 സ്പൂൺ, ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഒതുക്കിയെടുത്ത തേങ്ങാക്കൂട്ടാണ് ഇത്. ഇങ്ങനെ ഒതുക്കിയെടുത്ത തേങ്ങാക്കൂട്ട് ഒരു മീൻ ചട്ടിയിലിട്ടിട്ട് പച്ചമുളക്, കുടംപുളി, കറിവേപ്പില, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. കൈകൊണ്ട് തന്നെ യോജിപ്പിക്കണം, നല്ല മീനിന് ടേസ്റ്റ് കൂടിയുള്ളൂ. മുറിച്ച് വെച്ച മീനും കൂടി ചേർക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി കൈകൊണ്ട് തന്നെ യോജിപ്പിക്കണം. മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ചെറു തീയിലിരുന്ന് വെള്ളം വറ്റുന്നവരെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മീൻ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂൺ ഇട്ട് ഇളക്കാതെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. മീൻ ചട്ടി കൈകൊണ്ട് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂൺ ഇട്ട് ഇളക്കിയാൽ മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. മീൻ അടിക്ക് പിടിക്കാതെ നോക്കണം. അടിക്ക് പിടിച്ചാൽ ടേസ്റ്റ് മാറും. മീൻ ചൂടോടെ എടുക്കാതെ തണുത്ത് കഴിയുമ്പോൾ ഉപയോഗിക്കാം. മീൻ തണുക്കുമ്പോഴാണ് സ്വാദ് കൂടുന്നത്. മീൻ വറ്റിക്കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വെക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. കുടംപുളി കൊണ്ടുണ്ടാക്കിയ മത്തി വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സ്വാദിഷ്ടമായ മീൻ തയ്യാറായി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം. നന്ദി, നമസ്കാരം.